മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു കാര്യത്തിൽ വളരെ അത്ഭുതവും സന്തോഷവും ആഹ്ലാദവും എല്ലാം തോന്നുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിലെ കോൺഗ്രസ്സുകാരും കോൺഗ്രസിനോട് ചേർന്ന പാർട്ടികളും കുറെ അധികം മുസ്ലിങ്ങൾ, ഭൂരിഭാഗം മുസ്ലിങ്ങളും മുസ്ലിമിന്റെ കൊലയാളിയും മുസ്ലിങ്ങളെ തകർത്ത് കൊന്ന് തരിപ്പണമാക്കിയവനും നരാധവൻ എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് എഴുതി വെച്ചിട്ടുണ്ട് മോഡിക്കെതിരെ. അപ്പോ ശരിക്ക് ഒരു ട്രെയിനിലുള്ള ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചപ്പോ ഹിന്ദുക്കളെ കത്തിച്ചതുകൊണ്ട് ആർക്കും എതിർപ്പില്ല. പക്ഷെ ഗുജറാത്തിൽ സംഭവിച്ചപ്പോ തന്നെത്താനെ സംഭവിച്ചതാണോ പ്രിപ്പയർഡായിട്ട് സംഭവിച്ചതാണോ, കോടതി വിധിയൊക്കെ വന്നപ്പോ ആ കോടതി പോലും പറഞ്ഞത് ശരിയല്ല, ഇതിന്റെ എല്ലാത്തിന്റെ പുറകില് മുസ്ലിങ്ങളെ കൊന്നത് RSSകാരനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരുണ്ട്. ഞാൻ അതിന്റെ വസ്തുതകളിലേക്കൊന്നും കിടക്കണില്ല. പക്ഷെ അത്ഭുതകരമായ വസ്തുത, ശ്രീ നരേന്ദ്രമോദി ഏതെല്ലാം മുസ്ലിം രാജ്യത്തിലേക്ക് പോയിട്ടുണ്ടോ അവിടെ പാകിസ്ഥാനിൽ ഒഴികെ, പാകിസ്ഥാനിൽ കൂടി ഭരണാധികാരികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ബംഗ്ലാദേശുമായിട്ട് അസാധാരണ ബന്ധം വെച്ച് പുലർത്തി, മലേഷ്യയിൽ അസാധാരണ സ്വീകരണം നൽകി, സൗദി അറേബ്യയിലെ പരമോന്നത ബഹുമതി നൽകി, മിനിഞ്ഞാന്ന് അഫ്ഗാനിസ്ഥാനിലെ പരമോന്നത ബഹുമതി നൽകി, ഇറാനിൽ പോയിട്ട് അസാധാരണമായ വിധത്തിലുള്ള ബന്ധം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ദുബായിൽ ചെന്നിട്ട് അവിടത്തുകാരനെ പോലെ പെരുമാറി. അബുദാബിയിൽ ചെന്നപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കാൻ ചോദിക്കാതെ തന്നെ സ്ഥലം കൊടുത്തു. അപ്പൊ ഈ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ബന്ധം മറ്റേത് തരത്തിലുള്ള രാജ്യത്തെക്കാളും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം പോയിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലേക്കാണെന്ന് തോന്നുന്നു. അപ്പോ ഒരു എന്തായാലും പറയാ വൈരുദ്ധ്യത നോക്കാം. ഭാരതത്തിലെ മുസ്ലിങ്ങള് കോൺഗ്രസിനോട് ചേർന്നിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും കോൺഗ്രസിലെ മുസ്ലിങ്ങളും എല്ലാം അസാധാരണമായ വിധത്തിൽ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് മോഡിയെ അവഹേളിക്കുമ്പോൾ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഞാൻ എടുത്തു പറയാം. മാലി മുസ്ലിം രാഷ്ട്രമാണ്, മാലിദ്വീപ്. അവിടെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വിമാനത്തിലാണ് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തത്. കുടിക്കാനുള്ള വെള്ളം വിമാനത്തിൽ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അവിടേക്കാണ്, മാലിദ്വീപിൽ. പിന്നെ കപ്പലിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ എവിടെയെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടോ അവിടെയെല്ലാം അസാധാരണമായ വിധത്തില് അവരെ സഹായിക്കാനും അവരോട് കൈചേർത്ത് പിടിക്കാനും അവിടുത്തെ പരമോന്നത ബഹുമതി സ്വീകരിക്കാനും അവരെ ഒരുമിച്ച് കൊണ്ടുവരാനും എല്ലാം ഈ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞ്, നരാധമനാണ് എന്ന് പറഞ്ഞ്, മുസ്ലിങ്ങളെ ചുട്ടുകൊന്നവനാണെന്ന് പറഞ്ഞ്, ഗർഭിണികളെ കത്തികൊണ്ട് കുത്തി ഗർഭം അലസിപ്പിച്ചവനാണെന്ന് വരെയും പറഞ്ഞ് അവഹേളിക്കുമ്പോഴും അപകീർത്തിപ്പെടുത്തുമ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങൾ ഇദ്ദേഹത്തിനെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രണാമം, നമസ്കാരം.